ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിം ജെറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തുടരും ലാലേട്ടന്റെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ എന്ന് മാത്രമല്ല, മറ്റുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവെ ലാലേട്ടൻ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാറുണ്ട് എന്ന് തോന്നുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ നാടുമായി ഇണങ്ങി നിൽക്കുന്ന, നമ്മളുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന, നമ്മുടെ ചുറ്റുമുള്ള ആരോ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന വളരെ ഓർഡിനറി പേഴ്സൺ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്നാണ് തുടരും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോഴും ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ വന്ന സമയത്ത്, ട്രെയിലറൊക്കെ വന്ന സമയത്ത്, ട്രെയിലർ ടീസറോ വന്ന സമയത്ത് അതിൽ സദയം ഫീൽ തോന്നുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മഴ നനയല്ലല്ലോ കുട്ടിച്ച, നനയിപ്പിക്കല്ലേ എന്നുള്ള രീതിയിലുള്ള ഡയലോഗ്. അത് അങ്ങനെ തന്നെയാണ്, എക്സാക്ട് ഡയലോഗ് എന്ന് ഓർമ്മയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിലൊന്ന് രേഖപ്പെടുത്തുക. ബട്ട് ഗംഭീരമായിട്ടുള്ള ഒരു സെക്കൻഡ് കൊണ്ട് ഭയങ്കരമായിട്ടുള്ള റേഞ്ച് കാണിച്ചു തന്നൊരു സാധനമായിരുന്നു. ഞാൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ ഗംഭീരമായിട്ടുള്ള സാധനമായിരുന്നു അത്. അതല്ലാതെ ഇതിന്റെ വന്നിട്ടുള്ള മറ്റ് പോസ്റ്റേഴ്സ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ചില സാധനങ്ങൾ, ഗോ ടൂർ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ കുട്ടികളെയും കൊണ്ട് കാറിലേക്ക് വരുന്ന സാധനമാണെങ്കിലും, കാറിൽ പോകുന്ന ചില സീൻസ് ആണെങ്കിലും, ഓരോ ഫ്രെയിംസ് ആണെങ്കിലും, എല്ലാം കൊണ്ടും സംതിങ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതി മൊത്തത്തിൽ ആ വീഡിയോസിൽ മൊത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ള കാര്യം. എന്തായാലും എന്നാണ് തുടരും വരുന്നത്, റിലീസ് ഡേറ്റ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് സംഗതി വന്നിട്ടുള്ളത്. ഇതാണ് പോസ്റ്റർ. 25/4/25, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 24-ാം തീയതി. അതായത് ഈ മാസം 24-ാം തീയതി, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, കറക്റ്റ് ആണ്. 25-ാം തീയതി ചിത്രം റിലീസിനെത്തും. 25/4/25 ഇൻ സിനിമാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. തുടരും. സംവിധാനം തരുൺ മൂർത്തി. നല്ല പ്രതീക്ഷയുണ്ട് മിസ്റ്റർ തരുൺ മൂർത്തി. ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സിനിമയ്ക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിർമ്മാണം എം രഞ്ജിത്ത്. ഓക്കെ, ഇനി പോസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഓഫ്കോഴ്സ് ലാലേട്ടനെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് തോന്നണമെന്നറിയോ. അത് എന്താ വെച്ചാൽ കുറെ കാലമായിട്ട് ഇപ്പൊ താടിയുടെ കാര്യത്തിൽ കുറെ ആളുകൾ ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇതിന് തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ എന്താണ് തടിക്ക് എന്നടാ പ്രശ്നമോ അല്ലെങ്കിൽ ആർക്കട പ്രശ്നമോ അങ്ങനെ എന്തോ രീതിയിലുള്ള ഡയലോഗ് കൂടി പറയുന്നത്. അതും എക്സാക്ട് ഡയലോഗ് അങ്ങനെയല്ല, പക്ഷെ ആ താടി മെൻഷൻ ചെയ്ത് കണ്ണടിക്ക് നോക്കിയിട്ട് ഒരു സാധനം പറയുന്നുണ്ട്. ആ പറയുന്ന മോഡുലേഷൻ ആണെങ്കിലും അതിന്റെ ഉദ്ദേശമാണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തിയതിൽ എഴുത്തുകാരനോ സംവിധാനം ആരാണോ, വെരി ഗുഡ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു പഴയ ലാലേട്ടൻ ടച്ച്, അത് എവിടേക്കോ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഒരു 90% ഒരു തിരിച്ചു വന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്ര ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പുള്ളിക്കാരൻ്റെ ഇത്തരത്തിലുള്ള വേഷവിധാനമാണെങ്കിലും, മുണ്ടും ഇതുപോലെ കള്ളി ഷർട്ടും, ആ ഒരു കൂളായിട്ടുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ വിനയത്തോടുള്ള നിപ്പും, അദ്ദേഹത്തിന്റെ ആ ചിരിയും മുഖത്തെ ഭാവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കഴിഞ്ഞ വീഡിയോ ടീസറോ ട്രെയിലറോ അത് വന്ന സമയത്ത് ആ സദയം പറഞ്ഞല്ലോ, ആ സാധനമൊക്കെ എന്ത് സട്ടിലായിട്ട് ആ ഒരു ഭയങ്കര ചേഞ്ച് ഒക്കെ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലെ. അതായത് നമ്മളെല്ലാവരും പറയുന്ന കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള സംഭവത്തിനോട് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ആ ഒരു വാക്കിനോട് ഏറെക്കുറെ ഓക്കെ എന്ന് തോന്നുന്ന ആ ഒരു, നമ്മൾ പറയില്ലേ, ആ ഒരു മാജിക് ഉണ്ടല്ലോ, അതിനുള്ളിലൊരു മജീഷ്യൻ ഉണ്ടല്ലോ. ആക്ടർ എന്ന് പറയുമ്പോൾ ആ ജന്മനാ കിട്ടിയിട്ടുള്ള അഭിനയത്തിന്റെ ഒരു രാജാവ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സംഭവം ആ ഒരു കുറച്ച് നിമിഷം കൊണ്ട് തന്നെ വന്നു പോയിട്ടുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റർ കാണുമ്പോഴും ഇതിന്റെ ഓരോ ഗ്ലിംസുകൾ കാണുമ്പോഴും എപ്പോഴും നമുക്ക് ആ ലാലേട്ടന്റെ ഒരു പഴയ ഒരു പെർഫോമൻസ് അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസം തരുന്നുണ്ട് തുടരും എന്ന് പറഞ്ഞുള്ള സിനിമ. എന്തായാലും ഇവിടെ ആ കാർ അദ്ദേഹത്തിന്റെ ജീവനാണ് നമുക്കറിയാം. കാരണം ഇതിന്റെ ഒരു പ്ലോട്ടേ അങ്ങനെയായിരുന്നു. അദ്ദേഹം വളരെ ഓൾഡ് ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് ഒരു പഴയ വണ്ടി, ഒരു പഴഞ്ചൻ വണ്ടി എന്ന് പറഞ്ഞ് തള്ളുന്ന ഈ അംബാസഡർ കാർ അദ്ദേഹത്തിന്റെ ജീവനാണ്. അദ്ദേഹം ഇതിൽ തന്റെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് അതിനെ കാണുന്നത്, ജീവൻ തുല്യമായിട്ടാണ് കാണുന്നത്. അതുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫും അത് സംബന്ധിച്ച് തന്നെ അദ്ദേഹത്തിന് വരുന്ന ഒരു പ്രത്യേക ചില കാര്യങ്ങൾ, ഒരു യാത്രയും, ആ യാത്രയിൽ അദ്ദേഹത്തിന് മറികടക്കേണ്ടി വരുന്ന ചാലഞ്ചസ്, അദ്ദേഹത്തിന് മറികടക്കേണ്ടി വരുന്ന കുറെ ബാരിയേഴ്സ്. അപ്പോൾ അതൊക്കെ എങ്ങനെ അദ്ദേഹം മറികടക്കുന്നു, അദ്ദേഹത്തിന് സത്യത്തിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്താൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏതറ്റം വരെ അദ്ദേഹം പോകും എന്നുള്ളതാണ് സിനിമയുടെ പ്രധാനമായിട്ടുള്ളൊരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പൊ അത് കേട്ട രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ദൃശ്യം ടച്ച് സാധനമൊക്കെ പല ആളുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ദൃശ്യം ടച്ച് പറയുമ്പോൾ ദൃശ്യമായിട്ട് കമ്പയർ ചെയ്തല്ല ഒരിക്കലും, കാരണം ദൃശ്യം ചിലപ്പോൾ അതൊരു വേറെ പടം തന്നെയാണ്. എങ്കിൽ പോലും അതിലൊക്കെ അദ്ദേഹം കാഴ്ചവെച്ചുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളും നല്ല കുറെ മൊമെന്റ്സും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇപ്പോ അടുത്ത് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ അത് ഞാനിവിടെ വെക്കാം. ഒരു ട്രോളാണ് അത്. ട്രോൾ കിങ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലാണ് വന്നിട്ടുള്ളത്.
പടക്കളത്തിലേക്ക് സ്പ്ലെൻഡറും കൊണ്ട് ഇറങ്ങിയത് വെറുതെ അല്ലെന്ന് മനസ്സിലായി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ളത് എംപുരാനിലെ അദ്ദേഹത്തിന്റെ ഖുറൈഷി എബ്രഹാമിന്റെ ഒരു പോസ്റ്റും, ഇപ്പുറത്ത് സ്പ്ലെൻഡറിൽ ആ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ കയ്യിൽ മറ്റേ കുപ്പിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി, ആ ഒരു പോക്കും. ഇത് താഴെ വെറുതെ അല്ല മനസ്സിലായി എന്നുള്ളത് ഒന്ന് ആ മറ്റേ മാലയിട്ടിട്ടുള്ള പോലത്തെ ആ ഒരു ലുക്കിലും പിന്നെ അവിടെ ഇരിക്കുന്നതും. ആൻഡ് ഈ രണ്ട് ഫോട്ടോ കാണുമ്പോഴും എനിക്ക് പേഴ്സണലി വേറെ ഏതൊക്കെയോ ഒരു പഴയ ലാലേട്ടന്റെ ആ ഒരു സംഭവം ഭയങ്കര, എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പഴയ ലാലേട്ടൻ എന്ന് പറയുന്നത് പെർഫോമൻസ് വൈസോ അല്ലെങ്കിൽ നടൻ എന്ന രീതിയിലോ പഴയ അഭിനയം കിട്ടുക എന്നുള്ളതല്ല, ലുക്ക് വൈസ് ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഹൻലാൽ ഉണ്ട്. ആ ലാലേട്ടന്റെ ഒരു കുറെ ഒരു എന്താ ഭാവവും ഒരു ഷേപ്പും എല്ലാം കിട്ടുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്കറിയില്ല, ബട്ട് ഏറെക്കുറെ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ തരുൺമൂർത്തി സംഭവം സർപ്രൈസ് എലമെന്റ് ഉണ്ട് മക്കളെ എന്നും കൊടുത്തിട്ടുണ്ട്. അത് എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ ലുക്ക് വൈസ് ഇങ്ങനെ ആയതുകൊണ്ടാണോ അതോ ഇതിലെന്തെങ്കിലും വേറെ സസ്പെൻസും സർപ്രൈസും ഒക്കെ ഉണ്ട് എന്നുള്ളതാണോ എന്നറിയില്ല. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതിൽ അപ്പുറത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഇതിന്റെ സംബന്ധിച്ച് പറയുമ്പോൾ വേറെ കുറച്ച് പറയാനുള്ളത്, ഇപ്പൊ പ്രൊമോ ഷൂട്ട്, സോങ്ങിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അതിന്റെയും കുറച്ച് പോസ്റ്റേഴ്സ് വന്നിരുന്നു. അതിൽ 2-3 ഫോട്ടോ ഒന്നതിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു പുലിമുരുകനിലുള്ള ആ വേഷം, ഞാൻ പറഞ്ഞിട്ട് ഡ്രസ്സും ആ മാലയും കാര്യങ്ങളൊക്കെ ഒരു പുലിമുരുകൻ ടച്ച് എവിടെ ഫീൽ ചെയ്തു. അതും സന്തോഷമുള്ള കാര്യമാണ്. പുലിമുരുകൻ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ആ പുലിമുരുകനിലെ പോലത്തെ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ആ സമയത്തുള്ള ലാലേട്ടൻ അത് നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു ഫീൽ അവിടെയും എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ശോഭന ആയിട്ട് നിൽക്കുന്നത്, പിന്നെ അവിടെ സിംഗർ ആണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ലാലേട്ടനിസം ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, അപ്പൊ മുണ്ടും മടക്കി കുത്തി ലാലേട്ടൻ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. അത് പല ആളുകളും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മീശ വരിക്കേണ്ടി വരും, നിങ്ങൾക്ക് മുണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിൽ പോലും അതൊരു വികാരമാണ്. അതിന് കിട്ടുന്ന ഒരു സ്വാഗും സ്റ്റൈലും ഒരു റൊമാൻറ്റിഫിക്കേഷനും വേറെ ഒന്നും തരാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസിന്റെ ഒരു ആവേശവും തിയേറ്ററിലുള്ള ആ ഒരു ഓളവും എല്ലാം കൂടി ആണെങ്കിൽ ആ മുണ്ടൊന്നും മടക്കി കുത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇമ്പാക്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഭയങ്കരമായിട്ടുള്ള വികാരം തന്നെയാണ്. അപ്പോ ഈ ലാലേട്ടൻ ഈ മുണ്ട് മടക്കി സിനിമയിൽ മാത്രം അങ്ങനെ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റേഴ്സിലൊക്കെ ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പുലിമുരുകനിൽ വന്നു എന്ന് പറയുമ്പോഴും ആ മുണ്ടും ഇതൊക്കെ എടുത്ത് നിൽക്കുന്നതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എംപുരാൻ കണ്ടു. എംപുരാനിൽ എബ്രഹാം ഖുറൈഷി അല്ലെങ്കിൽ ഖുറൈഷി എബ്രഹാം എത്രമാത്രം ആളുകൾക്ക് അത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. പക്ഷെ സ്റ്റീഫൻ നെടുമ്പള്ളി വന്നപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് അത്രയും ഒരു ഫീൽ ആയത്? എബ്രഹാം ഖുറൈഷി പവർഫുൾ അല്ലാത്തതുകൊണ്ടാണോ? അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വലിയ ക്യാരക്ടറാണ്. പക്ഷെ സ്റ്റീഫൻ വന്നപ്പോൾ കിട്ടിയ ആ ജംഗിൾ പൊളിക്കൊക്കെ പുള്ളി ആ മറവിൽ വന്ന് നിന്നിട്ട് ജസ്റ്റ് മുഖമൊന്നും കാണിക്കുന്നില്ല, ആ ഷാഡോ പോലെ ഒരു ഷേപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. മുണ്ടും മടക്കി കുത്തിങ്ങനെ നിൽക്കുന്ന സാധനം എന്താണ് അതിന്റെ ഒരു ഫീല്? ആ തോള് തിരിഞ്ഞുള്ള നിപ്പ്, മുടിയുടെ ആ ഒരു ചെരിവ്, മുടി അങ്ങനെയാണല്ലോ, അങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ചെരി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ആ നിഴൽ പോലെ കണ്ടപ്പോൾ പോലും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗൂസ് ബംസ് എന്ന് പറയുന്നത് എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോ വീണ്ടും പറയുന്നത്, ആ മുണ്ടും മടക്കി കുത്തി ലാലേട്ടൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ്. നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും, പക്ഷെ തിയേറ്ററിൽ പോയി ഇവരൊക്കെ അത് എൻജോയ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതിപ്പോ വിജയിന്റെയും എന്താ പറയാ ഈ രജനീകാന്തിന്റെ കാര്യം പറഞ്ഞ പോലെ വിജയ് ഹേറ്റേഴ്സ് ഉണ്ടാവും, രജനീകാന്ത് ഹേറ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ രജനിയുടെ ഒരു സ്റ്റൈൽ ആൻഡ് സ്വാഗ്, വിജയുടെ ഒരു പെർഫോമൻസ്, അത് പ്രത്യേകിച്ച് മാസ് എലമെന്റ്സ് കാണുന്ന സമയത്ത് അത് എത്ര ഹേറ്റേഴ്സ് ആണെങ്കിലും ആ സമയത്ത് കൈ അടിക്കണം എന്നുണ്ടാവും. ഇറങ്ങി വന്നിട്ട് കുറ്റം പറയാന്നുള്ളൂ. അതുപോലെ ലാലേട്ടനെ ഈ മുണ്ടും മടക്കി കുത്തിയുള്ള അടിയും മീശ വിരിക്കേണ്ട കുറ്റം പറയുമെങ്കിലും ആ മൊമെന്റ് അത് എന്തായാലും അവർ എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കേണ്ടി വരും. സോ തരുൺമൂർത്തി സിനിമയിൽ, ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ അത്തരത്തിൽ മാസ്സായിട്ടുള്ള സാധനം കിട്ടും എന്നല്ല പറഞ്ഞത്. ആ ക്യാരക്ടർ ആ ഒരു വേഷത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 50% സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ തന്നെ. പിന്നെ പ്ലോട്ട് വൈസ് ഇതിൽ എത്രമാത്രം അവർ കൊണ്ടുവരുന്നുണ്ട്, ലാലേട്ടന്റെ പെർഫോമൻസ് നമ്മൾ ഈ ആഗ്രഹിച്ച പോലെ തന്നെ വരുമോ, ഇതൊക്കെ ഇതിന്റെ എലമെന്റ് ആണ്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ എമ്പുരാൻ ഉണ്ടാക്കിയതിനേക്കാൾ ഓളം, എമ്പുരാൻ വലിയ സിനിമയാണ്, വലിയ ബഡ്ജറ്റ് ഉണ്ട്, ലോകം മുഴുവൻ സംസാരിക്കുമായിരിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ എമ്പുരാൻ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഓളം ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കഥാപാത്രത്തിന് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാത്ത കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും 25/4/25 ഈ മാസം 25-ാം തീയതി ചിത്രം റിലീസിനെത്തും. കട്ട വെയിറ്റിംഗ്.